വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്. ഒരാശാരി ഉണ്ടായിരുന്നു. അവന്റെ പേര് യൂസഫ് എന്നായിരുന്നു. അവിടെ ഇസ്രയേലില് നാസ്രക്ക് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. യൂസഫ് കല്യാണം കഴിച്ചത് മേരിയനെയാണ്. ഒരു ദിവസം മേരിയുടെ മുമ്പിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവ്യ ബാലകൻ ജനിക്കും. അവനൊരു മഹാൻ വ്യക്തിയായിരിക്കും, ലോകത്തെ തന്നെ മാറ്റിമറിക്കും. മേരി കുറച്ചുനാൾ കഴിഞ്ഞപ്പോ ഗർഭിണിയായി. ഇതിന്റെ ഇടയ്ക്ക് ബെത്ലഹേമിൽ ജനഗണന ആയോജിതം ചെയ്തിരുന്നു. രാജ്യത്തെ എല്ലാവരും അതിൽ പങ്കെടുക്കുകയും പേരും കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് മേരിയും യൂസഫിന്റെ കൂടെ ബെത്ലഹേമിലോട്ട് പുറപ്പെട്ടു. ബെത്ലഹേം ഒരു തിരക്കുള്ള നഗരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേർക്കും വിശ്രമിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. അവസാനം അവർക്ക് രാത്രി ചെലവഴിക്കാൻ ഒരു സ്ഥലം കിട്ടി. അതേ രാത്രി യേശു കുഞ്ഞ് ജനിച്ചു. വൈക്കോലല്ലാണ്ട് അവരുടെ അടുത്ത് വേറെ കിടക്കയൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ കാണാനായി ഇടയന്മാരല്ലാണ്ട് വേറെ ആരും വന്നില്ല. യേശു ജനിച്ച വിവരം പെട്ടെന്ന് തന്നെ എല്ലായിടത്തും അറിയിക്കുകയും ചെയ്തു. എല്ലാരും അറിഞ്ഞത് ബെത്ലഹേമിൽ നല്ലൊരു ദിവ്യ ബാലകൻ ജനിച്ചു എന്നായിരുന്നു. ബെത്ലഹേമിന്ന് വളരെ ദൂരെ 3 ബുദ്ധിയുള്ള പുരുഷന്മാർ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന ഒരു വ്യത്യസ്തമായ നക്ഷത്രത്തിനെ കണ്ടു. അവരതിനെ പുതിയൊരു രാജാവായിട്ടാണ് കണ്ടത്. പിന്നെ ആ നക്ഷത്രത്തിന്റെ തിളക്കം കാരണം അവരുടെ യാത്ര അവർ തുടർന്നു. അത് ശരിക്കും ക്രിസ്മസിന്റെ നക്ഷത്രമായിരുന്നു. ആ 3 ബുദ്ധിയുള്ള പുരുഷന്മാർ യേശുവിനെ കാണുകയും അവന് ആശീർവാദം കൊടുക്കുകയും ചെയ്തു. അവർ യേശുവിന്, യഹൂദി സമുദായത്തിന്റെ രാജാവിന് അഭിനന്ദനങ്ങൾ നൽകി. പക്ഷേ ഒരു വ്യക്തി യേശുവിന്റെ ജനനത്തിന് സന്തുഷ്ടവാനല്ലായിരുന്നു. ആ ദേശത്തിന്റെ രാജാവ് ഹേറോഡ് ആലോചിച്ചു, ഈ കുഞ്ഞ് നമ്മുടെ എതിരാളിയാണെന്ന്. അവനറിയില്ലായിരുന്നു ഏത് കുഞ്ഞാണ് ദിവ്യനെന്ന്. അതുകൊണ്ട് അവൻ 2 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലാൻ കൽപ്പന കൊടുത്തു. ഈ നരകയാതനയിൽ നിന്ന് രക്ഷപ്പെട്ട് യേശുവിന്റെ കുടുംബം സൗഭാഗ്യം കൊണ്ട് മിസ്തിജ എത്തി. രാജാവിന്റെ മരണത്തിന് ശേഷമാണ് അവരുടെ നാട്ടിൽ അവരെത്തിയത്. യേശു എല്ലാ പിള്ളേരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. അവന് ശാസ്ത്രത്തിനെക്കുറിച്ച് വിവരമുണ്ടായിരുന്നു. വ്യാഖ്യാനിക്കാനും സംസാരിക്കാനും കഴിവുണ്ടായിരുന്നു. ജുഡൈൻ മരുഭൂമിയിൽ ഒരു രാത്രി ബാപ്തിസ്മയും ഉപവാസവും ഇരുന്ന് യേശു അവന്റെ വിചാരത്തെ പ്രചരിക്കാൻ തുടങ്ങി. അവന്റെ പഠനം വളരെ മൃദുവും വളരെ സ്പഷ്ടമായിരുന്നു. അദ്ദേഹം ആൾക്കാരോട് അവരവരുടെ തെറ്റിന് പശ്ചാത്താപിക്കാനായി പറഞ്ഞു. അദ്ദേഹം അവരുടെ മുഴുവൻ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കാനായി പഠിപ്പിച്ചു. യേശു ഉപദേശിച്ചു, എല്ലാരും അയൽപക്കക്കാരെ സ്നേഹിക്കണമെന്ന്. കാരണം അവരെല്ലാരും സ്വയം സ്നേഹിക്കുന്നു. ആൾക്കാർ ശരിക്കും ഈ ഒരു സ്വഭാവത്തിൽ ആകർഷിതമായിരുന്നു. 12 ഉപദേശകനല്ലാണ്ട് യേശു ഒരുപാട് ആൾക്കാരെ ഒത്തുചേർത്ത് വെച്ചു. ഇവയെല്ലാം അദ്ദേഹത്തിന്റെ വിചാരത്തെ സ്നേഹിച്ചു. യേശു അദ്ദേഹത്തിന്റെ വിചാരം മുൻപോട്ട് കൊണ്ടുപോകാൻ യാത്ര ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കുന്ന സമയത്ത് സമുദായത്തിന്റെ വലിയ ആൾക്കാരോട് സംസാരിക്കേണ്ടി വരുമായിരുന്നു. അദ്ദേഹത്തിന് വലിയ വലിയ വ്യാപാരികളോട് വഴക്കിടേണ്ടി വന്നു. ഇവയെല്ലാം പാവങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു. അതിന്റെ പ്രതിനിധിയായി യേശുവിനെതിരെ ഒരുപാട് ശക്തിശാലിയായ എതിരാളികൾ ജനിച്ചിരുന്നു. അവർക്കെല്ലാം ഇദ്ദേഹത്തെ കൊന്നുകളയണമെന്നായിരുന്നു. 33 വയസ്സിൽ യേശു സ്വന്തം ഉപദേശകരുടെ കൂടെ ജെറുസലേമിലോട്ട് യാത്രയായി. അദ്ദേഹത്തിന് അറിയാം ജെറുസലേമിന്റെ അധികാരി അദ്ദേഹത്തെ കൊല്ലാനായിട്ട് നോക്കി നടക്കുകയാണെന്ന്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ വഴി അദ്ദേഹം മാറ്റിയില്ല. ഉപദേശകരുടെ കൂടെ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഭക്ഷണത്തിന്റെ സമയം യേശു ഭവിഷ്യവാണി പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ ഉടനെ തന്നെ അധികാരികൾ തടങ്കിലാക്കുമെന്ന്.
അപ്പോഴേക്കും കുറച്ചു സമയം കഴിഞ്ഞപ്പോ യേശുവിന്റെ വാക്കുകൾ സത്യമായി. ജുദാസ് എന്ന് പറയുന്ന ഉപദേശകൻ യേശുവിനെ ചതിച്ച് തടങ്കിലാക്കുകയും ചെയ്തു. എല്ലാ അധികാരികളും യേശുവിനെ കുരിശിൽ കയറ്റാനായി ഉത്സാഹത്തിലായിരുന്നു. എന്നാൽ രാജ്യപാൽ ഈ പരീക്ഷണത്തിന് എതിരായിരുന്നു. അധികാരികൾ അദ്ദേഹത്തെ കുരിശിൽ കയറ്റാനായി നിർദ്ദേശം കൊടുത്തു. യേശു സ്വന്തം കുരിശ് സ്വന്തം തോളിലേറ്റി ജെറുസലേമിന്റെ വഴിയിൽ നടന്ന് അദ്ദേഹത്തെ അടിക്കുകയും ചെയ്തു. നഗരത്തിൽ പുറത്തുള്ള സ്ഥലത്തൊക്കെ അദ്ദേഹത്തെ കുരിശിലേറ്റുകയും ചെയ്തു. ചിറ്റിക കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആണികേറ്റി. മരണത്തിനു വേണ്ടി തന്നെ കുന്തം ശരീരത്തിൽ ആഞ്ഞുകുത്തി. പക്ഷേ മരണം യേശുവിന്റെ വിചാരത്തെ നിർത്താനായില്ല. ഇസായിക്ക് എന്ന് പറയുന്ന പുതിയ ധർമ്മം ലോകം മുഴുവനും പടർന്നിരുന്നു. ഇതല്ലാണ്ട് സ്നേഹം, ശാന്തി, അദ്ദേഹത്തിന്റെ വിചാരങ്ങൾ എല്ലാ മനുഷ്യരിലും സ്പർശിച്ചു, അദ്ദേഹത്തെ അനശ്വരമാക്കി.